ഇനി നമ്മൾ പോകുന്നത് ഈ ED ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസ്. അതിൽ ഇപ്പോൾ EDയും വിജിലൻസും നേർക്കുനേർ എന്നാണ് പുതിയ വാർത്ത. അതായത് പരാതിക്കാരനെതിരായ ED കേസിന്റെ വിശദാംശങ്ങൾ തേടി വിജിലൻസ് രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഈ കേസ് ഫയൽ ആവശ്യപ്പെട്ട് ED വിജിലൻസിന് കത്ത് നൽകി. അതേസമയം വിജിലൻസ് കേസിന്റെ FIR EDയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ രണ്ടുപേരും പരസ്പരം കൊമ്പുകോർത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. സൈഫുനീസയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരാൻ. സൈഫുനീസ, ഗുഡ് മോർണിംഗ്. രണ്ടുപേരും വിജിലൻസും EDയും പരസ്പരം കൊമ്പുകോർത്ത് നിൽക്കുന്ന സാഹചര്യമാണ്. തീർച്ചയായും EDയും വിജിലൻസും പരസ്പരം പോര് മുറുകുകയാണ്. കാരണം ED എടുത്ത കേസിലെ പരാതിക്കാരനായ പരാതിക്കാരല്ല ED എടുത്ത കേസിലെ പ്രതിയായ ആള് ഈ ആരോപണ വിധേയനാണ്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി പലതവണ വിളിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം നൽകിയ പരാതിയിലാണ് വിജിലൻസ് ഒരു കേസെടുത്തത്. അതിൽ ED ഉദ്യോഗസ്ഥൻ തന്നെ ഒന്നാം പ്രതിയാകുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ തന്നെ ഒന്നാം പ്രതിയാകുന്ന രീതിയിലേക്ക് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നു. ഇന്നലെ 3 പ്രതികൾക്കും പക്ഷേ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. കസ്റ്റഡി നൽകണമെന്ന ആവശ്യം അംഗീകരിച്ചില്ല. പക്ഷേ ഇതിൽ EDക്കെതിരെ കൂടുതൽ കുരുക്കുമുറുക്കുകയാണ് വിജിലൻസ്. ED ഈ പരാതിക്കാരനെതിരെ ഈ വിജിലൻസിന് മുൻപിൽ പരാതിയുമായി വന്ന അനീഷ് ബാബുവിനെതിരെ എടുത്തിരിക്കുന്ന കേസിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ വിജിലൻസ് EDയോട് തേടിയിരിക്കുകയാണ്. പക്ഷേ EDയും തിരിച്ച് ഇപ്പോൾ EDക്കെതിരെ പോലും ആരോപണം ഉയർന്നിരിക്കുന്ന വിജിലൻസ് എടുത്തിരിക്കുന്ന കേസിന്റെ വിശദാംശങ്ങൾ EDയും തേടിയിരിക്കുകയാണ്. ആ കേസ് ഡയറി ED ഉദ്യോഗസ്ഥർ പ്രതിയായ വിജിലൻസ് കേസിൽ EDയും വിജിലൻസും നേർക്കുനേർ പോരാട്ടവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു നമ്മുടെ സൈഫുനീസ കൊച്ചിയിൽ നിന്ന്.